ഉസ്ബെക്കിസ്ഥാൻ എന്ന വൻമരം വീണു. ഉസ്ബെക്കിസ്ഥാനിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന സ്റ്റുഡന്റോ പാരന്റോ ആണ് നിങ്ങളുണ്ടെങ്കിൽ ഈ ഒരു റിവീൽ, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളിലേക്ക് സത്യം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ ഒരു പരിശ്രമത്തിന് ഇന്നൊരു വഴിത്തിരിവായിരിക്കുകയാണ്. ഐഡിയ സ്റ്റഡി അബ്രോഡിൽ നമ്മൾ മുൻപും സംസാരിച്ചിട്ടുണ്ട്. MBBS എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ആയുസ്സിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പ് പല ആവർത്തി ചിന്തിക്കേണ്ടതുണ്ട്, പല ആവർത്തി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു റിവീൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MBBS പഠിക്കുന്ന കുട്ടികളെ ഒരു കച്ചവടച്ചരക്കായി കാണാതെ നാളെ അവരൊരു ഡോക്ടറായി കാണണം എന്ന ആഗ്രഹത്തിന്റെ ഫലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു റിവീൽ നമ്മൾക്കായി തരുന്നത് ഡോക്ടർ ഫൈസൽ ഹുസൈൻ ആണ്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഉസ്ബെക്കിസ്ഥാനിലോട്ട് MBBS പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ റഷ്യ-യുക്രൈൻ വാറിന് ശേഷമാണ് അവിടുത്തെ യുക്രൈനിലെ സ്റ്റുഡൻസിന് എന്താണ് ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് ഉസ്ബെക്കിസ്ഥാനിലോട്ടാണ് ആദ്യം പോയത്. അവിടുന്ന് ഒരുപാട് കുട്ടികൾ ട്രാൻസ്ഫർ മേടിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് MBBSന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റുഡൻസും ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോയി. കാരണം വേറെ ഒന്നുമല്ല, യുക്രൈൻ സ്റ്റോപ്പ് ആയതുകൊണ്ട് പിന്നെ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്തു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് പറയിപ്പിച്ചു. അങ്ങനെയൊക്കെ ഉസ്ബെക്കിസ്ഥാൻ ഒരു ട്രെൻഡായി മാറി. പക്ഷേ MBBS പഠിക്കാൻ പോകുമ്പോൾ NMC കുറച്ച് റെഗുലേഷൻസ് പറയുന്നുണ്ട്. ആ റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോയാൽ പോലെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് ഇതിന്റെ പുറകെ ആയിരുന്നു. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, അവിടെ ലൈസൻസ് കൊടുക്കുന്നുണ്ടോ, അത് ഇന്റേൺഷിപ്പ് ഉണ്ടോ? മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് ആയിരുന്നു മെയിനായിട്ട്. അതിൽ നമ്മൾ എംബസിയായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ എംബസിയുടെ വെബ്സൈറ്റിലുള്ള ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒന്നും കാര്യങ്ങൾ മനസ്സിലായില്ല. അങ്ങനെ ഇന്നലെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ മെയിൽ വന്നു എംബസിയുടെ. നമ്മൾ ഈ മെയിൽ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ വന്നു. ആ യൂട്യൂബിന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എംബസിയാണ് എല്ലാ ഉത്തരവാദിത്തം സ്റ്റുഡൻസ് എബ്രോഡ് പഠിക്കാൻ പോയത്. പക്ഷേ എംബസിയുടെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ ജനറൽ മെഡിസിൻ പ്രോഗ്രാമുണ്ട്, തെറാപ്യൂട്ടിക് പ്രോഗ്രാമുണ്ട്, ഇന്ത്യൻ സ്റ്റുഡൻസ് തെറാപ്യൂട്ടിക് പ്രോഗ്രാമിനാണ് എൻറോൾ ആകുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, തെറാപ്യൂട്ടിക് പ്രോഗ്രാമാണ് 6 ഇയർ പ്രോഗ്രാം, മീറ്റ് ഓൾ ദ ക്രൈറ്റീരിയ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡൗട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എംബസിയോട് നേരിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ എംബസി എന്ന് പറഞ്ഞു നമ്മളോട് മെയിൽ അയക്കും, ഞങ്ങൾ എല്ലാത്തിനും ഉത്തരം അയക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ മെയിൽ അയച്ചു. ഞങ്ങൾ മെയിലിന്റെ കോപ്പി ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കുക. ഞാൻ അയച്ച മെയിൽ ഇതായിരുന്നു: ടു നോ അബൌട്ട് തെറാപ്യൂട്ടിക് പ്രോഗ്രാം ആൻഡ് MD program. Hello sir, I am Dr. Faisal Hussain PS, working as a doctor in India. I had a talk with Tashkent Embassy through call. As per phone call conversation, I am writing this mail to know about in Indian Embassy Tashkent website. It's clearly written, Indian students are enrolled in the therapeutic program, but universities from Tashkent is giving letter of MD program, general medicine. Both degrees are different. Therapeutic program 5+1 year and General medicine is 6 years with integrated program of internship like Russia. When embassy is advised only therapeutic program, how Indian students can take admission in MD program? As per embassy words, many students from India choosing Uzbekistan. After 6 years, if NMC don't provide registration of MD program, what will be the future of these students? How it will affect those students and family? അപ്പോൾ ഞാൻ ആ യൂട്യൂബിൽ വന്ന ലിങ്കും ഇതിൻ്റെ കൂടെ കൊടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ ആ എംബസിയോട് പറഞ്ഞു, ഓൺ ദിസ് ലിങ്ക് ക്ലിയർലി സേസ് ദാറ്റ് ഇന്ത്യൻ എംബസി മെൻഷനിങ് സ്റ്റുഡൻസ് ക്യാൻ സ്റ്റഡി ഇൻ ഉസ്ബെക്കിസ്ഥാൻ. All the universities given internship. If any problem faced, Indian embassy is the only answerable person. Kindly guide all the students what to do. Indian embassy is the only guarantee for Indian students. It's confusing as not mentioning internship separate, language separately, about recognition also separately. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റില് ഡ്യൂറേഷനെ കുറിച്ചോ ഇന്റേൺഷിപ്പിനെ കുറിച്ചോ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ചൈന എംബസിയുടെ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ 6 ഇയറിൽ അത് 5+1 ഇയർ ആണെന്ന് സെപ്പറേറ്റ് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കസാഖിസ്ഥാൻ വെബ്സൈറ്റിലാണെങ്കിലും 5+2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വെബ്സൈറ്റും ഓരോ രാജ്യത്തിന്റെ വെബ്സൈറ്റും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതാണ് ഡ്യൂറേഷൻ എന്ന്, ഇന്റേൺഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എബ്രോഡ് എടുക്കുന്ന നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് ഇന്റേൺഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ എടുത്തു കഴിഞ്ഞാൽ 6 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് നിങ്ങളുടെ പാഷൻ, ആ ഒരു ഡോക്ടറാണെന്നുള്ള പാഷൻ, അത് അവിടെ സ്റ്റോപ്പ് ആവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ്, അത് അത്രയും ഫണ്ട് നിങ്ങൾ കൊടുത്തിട്ടാണ് നിങ്ങൾ എബ്രോഡ് പോകുന്നത്. അത്രയും 22 lakhs ആണ് അവിടുത്തെ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ് മാത്രമായിട്ട് വരുന്നത്. പിന്നെ ഒരു വർഷം 1 ലക്ഷം രൂപ വെച്ച് ഫുഡിന് 6 വർഷത്തേക്ക് 6 ലക്ഷം രൂപ നിങ്ങളവിടെ അടക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾ അടച്ചിട്ട് 6 വർഷം നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും?
അപ്പോൾ നമ്മൾ ഇന്ത്യൻ എംബസിയിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്ലൈ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും. ഇതാണ് എനിക്ക് കിട്ടിയ മെയിൽ ഫ്രം കോൺസുലർ സെക്ഷൻ cons.tashkent@mea.government.in to faisalhussain@gmail.com. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ ഇന്ത്യൻ എംബസിയുടെ ഡീറ്റെയിൽസ് ഞങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഡിയർ സർ, according to answers of the Ministry of Health of the Republic of Uzbekistan to the appeal of the Embassy of the Republic of India dated May 22, 2023 regarding assistance in obtaining reliable information on the following issues for benefit of Indian students, kindly Indian students wishing to enter medical universities in Uzbekistan. ഇത് ഇന്ത്യൻ എംബസി ഓൾറെഡി മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ഉസ്ബെക്കിസ്ഥാനോട്ട് ഓൾറെഡി മെയിൽ അയച്ച് ചോദിച്ചു എന്താണ് അവിടുത്തെ ഇന്റേൺഷിപ്പും എന്താണ് അവിടുത്തെ ഡ്യൂറേഷനും കാര്യങ്ങളെന്ന്. അവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് എന്താണോ ഇന്ത്യൻ എംബസിക്ക് കൊടുത്ത റിപ്ലൈ അതാണ് ഇവിടെ മെയിലിൽ അയച്ചിട്ടുള്ളത്. Point 1. The duration of the course of medical education in Uzbekistan for foreign students is 6 years. അപ്പോൾ ഫോറിൻ സ്റ്റുഡൻസിനും അവിടെ 6 year ആണ് കോഴ്സ്. മൂന്നാമത്തെ പോയിന്റ്, ദ ലാംഗ്വേജ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻറ് ഇൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ഉസ്ബെക്കിസ്ഥാനിൽ. അതാണ് ഇന്ത്യൻ എംബസി ഇവിടെ നമുക്ക് അയച്ച മെയിലിലും ഉള്ളത്. നാലാമത്തെ പോയിന്റ്, the procedure for passing and the duration of the internship in Uzbekistan, is it included in the duration of the course? അപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഇന്റേൺഷിപ്പും അതുപോലെ തന്നെ പാസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണോ, ഈ ഡ്യൂറേഷനിൽ ഇൻക്ലൂഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹെൽത്ത് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളത് ദ പ്രൊസീജിയർ ഫോർ പാസിംഗ് ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഇന്റേൺഷിപ്പ് ഇസ് ഇൻക്ലൂഡ് ഇൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്. അതായത് പാസ് ചെയ്യാനുള്ള ഡ്യൂറേഷനും അതുപോലെ തന്നെ ഇന്റേൺഷിപ്പിനുള്ളതും ഇതിൽ ഇൻക്ലൂഡ് ആണെന്നാണ് റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അഞ്ചാമത്തെ പോയിന്റ്, അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓക്കെ, വിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ബി ഏബിൾ ടു ഗെറ്റ് എ ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ഉസ്ബെക്കിസ്ഥാൻ ലൈക്ക് ലോക്കൽ സ്റ്റുഡൻസ് ക്യാൻ? അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിന് ഉസ്ബെക്കിസ്ഥാനിൽ വർക്ക് ചെയ്യുന്ന ലൈസൻസ് കിട്ടുന്ന പോലെ ഇന്ത്യൻ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഫോറിൻ സ്റ്റുഡൻസിന് ലഭിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ കൃത്യമായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നോ എന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 6ാമത്തെ 7ാമത്തെ പോയിന്റ് അയച്ചിട്ടില്ല. therefore question 6 and 7 ആർ സ്ക്രിപ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇന്നലെ കിട്ടിയ മെയിലാണ്. അതായത് ഇന്നലത്തെ ഡേറ്റ് 26 ജൂലൈ 4:46 PM മെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മെയില് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റിപ്ലൈ കൊടുത്തു. സർ കൈൻഡ്ലി ഗിവ് ദ ഇൻഫർമേഷൻ ലൈക്ക് 6th and 7th പോയിന്റ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ പോയിന്റ് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്താണ് ആ 6th and 7th എന്നുള്ള പോയിന്റ് വെയിറ്റിംഗ് ആണ്. ഇതിലൊരു കാര്യം ഉറപ്പാണ്, ഉസ്ബെക്കിസ്ഥാനിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ലൈസൻസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏജൻസി പറയുന്നത് ഫുൾ ഫേക്ക് ആണ്. അതേപോലെ 8ാമത്തെ പോയിന്റ്, ആർ ദെയർ ഇന്റേൺഷിപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് ഓർ ക്രെഡിറ്റ് അവാർഡ് ഫോർ കംപ്ലീറ്റിംഗ് പ്രാക്ടിക്കൽ സെക്ഷൻ ഡ്യൂറിംഗ് ദ എൻറ്റയർ കോഴ്സ്? അതായത് അവിടുത്തെ ഇന്റേൺഷിപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ്, അതായത് ഇന്ത്യയിലെ പോലെ 5 വർഷം കഴിഞ്ഞിട്ട് 6ാമത്തെ വർഷം സെപ്പറേറ്റ് ഇന്റേൺഷിപ്പ് ആണോ അതോ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണോ എന്നാണ് ചോദിച്ചത് ഇന്ത്യൻ എംബസി മിനിസ്റ്റർ ഓഫ് ഹെൽത്തിനോട്. അപ്പോൾ അവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് റിപ്ലൈ പറഞ്ഞിട്ടുണ്ട്, ക്രെഡിറ്റ് വിൽ അക്യൂർ ഫോർ കംപ്ലീറ്റിംഗ് പ്രാക്ടിക്കൽ സെക്ഷൻ ഡ്യൂറിംഗ് ദ എൻറ്റയർ കോഴ്സ്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് 3ാമത്തെ വർഷം 4ാമത്തെ വർഷമൊക്കെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ട്രെയിനിങ്ങിന് പോകുമ്പോഴുള്ള പോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ സ്റ്റുഡൻസ് ക്ലിനിക്കൽ ട്രെയിനിങ്ങിന് പോകും. പക്ഷേ അതെന്താണ് ഇവിടെ ഇന്റേൺഷിപ്പായിട്ട് കൂട്ടിയിട്ട് ടോട്ടൽ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ക്രെഡിറ്റ് വിൽ അക്യൂർ ഫോർ കംപ്ലീറ്റിംഗ് പ്രാക്ടിക്കൽ സെക്ഷൻ ഡ്യൂറിംഗ് ദ എൻറ്റയർ കോഴ്സ്. നിങ്ങൾക്ക് NMCയുടെ റെഗുലേഷൻ എടുത്ത് നോക്കിയാൽ അറിയാം. NMC കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്റേൺഷിപ്പ് കമ്പൽസറി ആണ്. അതും നിങ്ങളുടെ 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ കോഴ്സിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് 12 മാസം എന്ത് ചെയ്യണം, ഇന്റേൺഷിപ്പ് ചെയ്യണം. അതും രാവിലെ മുതൽ ചിലപ്പോൾ വൈകുന്നേരം വരെ ആവും, ചിലപ്പോൾ 24 hours ആവാം, ചിലപ്പോൾ 48 hours ആവാം. എത്ര നേരമാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ററപ്റ്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ആണ്. അത് UK സെയിം ഇന്റേൺഷിപ്പ് ആണ് അവർ ചോദിക്കുന്നത്. GMC വെബ്സൈറ്റ് എടുത്താലും ക്ലിയർ ആണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ രാജ്യം ചൂസ് ചെയ്യണം എല്ലാവരും ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമാണ്, ഇന്റേൺഷിപ്പ് അവിടെ ഇല്ല. നിങ്ങൾ അവിടെ ആ രാജ്യത്തോട് പോയി കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യും, നിങ്ങൾക്ക് എങ്ങനെ NMC എങ്ങനെ പെർമനന്റ് രജിസ്ട്രേഷൻ തരും. അപ്പോൾ ഈ ഒരു രാജ്യത്തോട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി എന്താവും, നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്റേൺഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് list of recognized universities institution of Uzbekistan that are authorized to accept foreign students and quotas for foreign students for each of the
അത് കൃത്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. താഷ്കന്റ് മെഡിക്കൽ അക്കാദമി ഉണ്ട്, താഷ്കന്റ് പീഡിയാട്രിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, താഷ്കന്റ് സ്റ്റേറ്റ് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, താഷ്കന്റ് ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കാൽ പാകിസ്ഥാൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ആൻഡിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഉണ്ട്, എർഗൻ ബ്രാഞ്ച് ഓഫ് താഷ്കന്റ് മെഡിക്കൽ അക്കാദമി ഉണ്ട്, തെർമിസ് ബ്രാഞ്ച് ഓഫ് താഷ്കന്റ് മെഡിക്കൽ അക്കാദമി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം യൂണിവേഴ്സിറ്റി ലിസ്റ്റിലുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ NMCയുടെ നോംസ് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ നമുക്ക് വേറെ ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ തെറാപ്യൂട്ടിക് പ്രോഗ്രാമും MD പ്രോഗ്രാമും. ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആർ എൻറോൾഡ് ഇൻ തെറാപ്യൂട്ടിക് പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവർ MD പ്രോഗ്രാമിലാണ് എൻറോൾഡ് ചെയ്യുന്നതെന്ന് എങ്ങും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ ഡൗട്ട്സും കൂടി ആയിട്ടാണ് നമ്മൾ ചോദിച്ചത്. ഇതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയും സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ഉസ്ബെക്കിസ്ഥാനുള്ളതും MD പ്രോഗ്രാമിൻ്റെ ലെറ്ററാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് MD പ്രോഗ്രാമിനെ പറ്റി എടുത്ത് ചോദിച്ചു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് എംബസി ഒരു റിപ്ലൈ കൂടി ഇട്ടിട്ടുണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എന്നുള്ള റിപ്ലൈ അല്ല, എംബസിയുടെ റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. എംബസി എന്നോട് പറഞ്ഞ കാര്യമാണ് MD പ്രോഗ്രാമിനെ കുറിച്ച്. ഫോർ വാലിഡിറ്റി ഓഫ് MD പ്രോഗ്രാം റിക്വസ്റ്റ് പ്ലീസ് ചെക്ക് വിത്ത് NMC നിങ്ങൾ ചെക്ക് ചെയ്യണം, അതായത് MD പ്രോഗ്രാം വാലിഡ് ആണോ അല്ലയോ എന്ന്. ഈ ഇന്റേൺഷിപ്പ് ഇല്ലാത്ത ഒരിക്കലും NMC അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ MD പ്രോഗ്രാമിൽ ഓൾറെഡി എന്താണ് ഇന്റേൺഷിപ്പ് ഇല്ല, അപ്പോൾ അത് എങ്ങനെ ഇന്ത്യയിൽ വാലിഡ് ആവും? ഓക്കെ, ഇത് MBBS അഡ്മിഷൻ ഉസ്ബെക്കിസ്ഥാനിലോട്ട് എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഇനി ആലോചിച്ചിട്ട് വേണം പോകാൻ. നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമയവും എല്ലാം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു വാലിഡ് അല്ലാത്തൊരു കൺട്രി, എംബസി ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കൺട്രിയിലോട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ഭാവിയിൽ ഡോക്ടറാകാൻ പറ്റില്ല. അതേപോലെ തന്നെ നിങ്ങൾ UK പോകാം, US പോകാമെന്ന് വിചാരിച്ച് പോയാലും ഈ പറഞ്ഞ UK ഇന്റേൺഷിപ്പ് കമ്പൽസറി ആണ്. GMCയുടെ വെബ്സൈറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ വളരെ ക്ലിയർ ആണ്. GMCയുടെ വെബ്സൈറ്റിൽ 1 ഇയർ ഇന്റേൺഷിപ്പ് കൃത്യമായിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പ്ലാബ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യണം. ആ ഫൗണ്ടേഷൻ പ്രോഗ്രാം നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കണം, നിങ്ങളൊക്കെ എക്സ്ട്രാ എക്സ്പെൻസസ് ആണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ പ്ലാബ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്താലും ഓക്കെ, ഭാവിയിൽ ഇന്ത്യയിലോട്ട് വരുമ്പോഴും നിങ്ങൾ എക്സാം എഴുതണം. അപ്പോഴും നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻസ് എന്തായാലും പെൻഡിങ് ആണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് മാത്രം ഉസ്ബെക്കിസ്ഥാനോട് അഡ്മിഷൻ എടുക്കുക. ഏജൻസിനോട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതിൽ എന്തൊരു റൂൾ മാറ്റണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് റൂൾ മാറ്റണം. പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ വർക്ക് ചെയ്യാൻ ലൈസൻസ് കൊടുക്കില്ല. കാരണം വേറെ ഒന്നല്ല, വെറും 3.2 കോടി ജനങ്ങൾ മാത്രമാണ് ആ രാജ്യത്തുള്ളത്. ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് മാത്രം 5000 സ്റ്റുഡൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇത്ര സ്റ്റുഡൻസ് പഠിച്ച് അവർക്കവിടെ ലൈസൻസ് കിട്ടിയാൽ ആ രാജ്യത്തുള്ള ആളുകളെ അത് ബാധിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് അവിടെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ റീസെന്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അവിടുത്തെ റിസർവേഷൻ സീറ്റിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതേപോലെ ഭാവിയിൽ ഉസ്ബെക്കിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ മാസം കിർഗിസ്ഥാനിൽ ഒരു 2 മാസം കിർഗിസ്ഥാനിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. ഒരുപാട് ഫോറിൻ നാഷണൽസ് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇഷ്യൂസ് കാരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഭാവിയിൽ ഉസ്ബെക്കിസ്ഥാനിൽ പ്രശ്നങ്ങൾക്കുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ എടുക്കുന്ന കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാനായിട്ട്. ഈ ഒരു സത്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും വൈകാതെ എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അഡ്മിഷൻ എവിടെ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ അതിന് മുൻപായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ട്സ്, റൂൾസ്, റെഗുലേഷൻസ്, ഇതൊക്കെ ഒരു ഡോക്ടറെ അടുത്തുനിന്ന് ഒരു കൺസൾട്ടേഷൻ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് തന്നെയാണ് നമ്മൾ ഐഡിയൽ സ്റ്റഡി അബ്രോഡിൽ പ്രൊവൈഡും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തവണ കൂടി ഐഡിയൽ സ്റ്റഡി അബ്രോഡിന്റെ കൺസൾട്ടേഷൻ തീർച്ചയായും നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വേഗം ഐഡിയൽ സ്റ്റഡി അബ്രോഡുമായി കോൺടാക്ട് ചെയ്യൂ.